വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 6th സെമസ്റ്ററിലെ കോർ സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണൽ എക്കണോമിക്സ്. അതിന്റെ നാളെ നടക്കുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. മൊഡ്യൂൾ 1-ൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കേണ്ട 6 മാർക്സ് ആൻഡ് 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. മൊഡ്യൂൾ 1-ൽ നിന്നും ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, മൊഡ്യൂൾ 2-ൽ നിന്ന് HO തിയറം ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, കമ്പാരിറ്റീവ് ഓർ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ഇതിൽ ഏതെങ്കിലും ഒരു തിയറി ഷുവർ ആണ്, ഒന്നെങ്കിൽ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ഓക്കെ. മൊഡ്യൂൾ 3-ൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് ഫ്രീ ട്രേഡ് ആൻഡ് പ്രൊട്ടക്ഷൻ, ആർഗ്യുമെന്റ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ട്രേഡ് റെസ്ട്രിക്ഷൻ, എക്കണോമിക് ഇന്റഗ്രേഷൻ, സാർക്ക്, ആസിയാൻ. ഇതൊക്കെ 6ഉം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 4-ൽ നിന്നും മേജർ ഫംഗ്ഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഡിഫറെന്റ് സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷന്റെ ഡിഫറെന്റ് സിസ്റ്റം, പർച്ചേസിംഗ് പവർ, പാരിറ്റി തിയറി, അതുപോലെ ഡീവാലുവേഷൻ, ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ, ഇതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മൊഡ്യൂൾ 5-ൽ നിന്നും ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതിന്റെ സ്ട്രക്ചർ, കോസസ് ഓഫ് ഡിസെക്വിലിബ്രിയം, മെഷേഴ്സ് ടു കറക്റ്റ്, ഈ 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്തായാലും ഒരു എസ്സയോ ഒരു 5 മാർക്കിനോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ IMF മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.